വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഇവിടെ ഭരണിയാട്ടോ നടക്കണം. നമ്മുടെ വീട്ടിൽ കുന്നത്തുകാവ് ക്ഷേത്രത്തിൽ ഭരണിയാണ്. ഞാൻ വന്നതിപ്പോൾ അതിൻ്റെ കാര്യം പറയാനല്ല കേട്ടോ. ഫാനൊക്കെ ഞാൻ ഓഫ് ചെയ്തു, അല്ലെങ്കിൽ ഭയങ്കര ഞാൻ പറയണത് സൗണ്ട് കുറവായിട്ട് പറയാം. സൗണ്ട് അധികം ഇല്ലേ എനിക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കൊരു വെഡ്ഡിങ് ഉണ്ട്. അപ്പോൾ ആ വെഡ്ഡിങ്ങിന് പോകാൻ നിൽക്കുകയാണ്. ആദ്യം തന്നെ നമുക്കൊന്ന് നെയിൽ പോളിഷ് ഒന്ന് സെറ്റാക്കണം. ഇതൊക്കെ ഒന്ന് റിമൂവ് ആക്കിയിട്ട് പുതിയ കളർ ഇടണം. നെയിലപ്പോൾ ഏത് കളറെന്ന് എനിക്കറിയില്ല ഇടേണ്ടത്, അപ്പോൾ നോക്കണം. പിന്നെന്താ, കൈത്തെ മാത്രം സെറ്റ് ചെയ്യണുള്ളൂ. കാലത്തെ ഞാൻ ഈ സിൽവർ കളർ തന്നെയാണ് ഇട്ടേക്കണത്. അത് ഞാൻ മാറ്റാൻ നിൽക്കണില്ല, അതിനുള്ള സമയമില്ല. അപ്പോൾ വെഡ്ഡിങ്ങിന് ഒരുങ്ങണ കാര്യങ്ങളും മേക്കപ്പും ഡ്രസ്സും പിന്നെ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ കാണാം. നമുക്ക് കുളിക്കണം, കുളിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി. അപ്പോൾ ആദ്യം നെയിൽ പോളിഷ് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇവിടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വെഡ്ഡിങ്. അപ്പോൾ നമ്മുടെ പള്ളി ഹാളിക്കാണ് പോണേ. അപ്പം നമ്മുടെ മേക്കപ്പും ഡ്രസ്സും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നമ്മൾ പള്ളി ഹാളിക്ക് പോകും. അവിടെയാണ് വെഡ്ഡിങ്. നമുക്കപ്പോൾ അധികം സമയമൊന്നുമില്ല വെഡ്ഡിങ്ങിന് ഒരുങ്ങാനായിട്ട്. അപ്പോൾ വേഗം ചെറുപ്പടാനായിട്ട് ഒരു വ്ളോഗ് എടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ നെയിൽ പോളിഷൊക്കെ എടുത്ത് വെക്കണ കവർ. ഇതാണപ്പോൾ ആൻറ്റീൻ്റെ നെയിൽ പോളിഷിൻ്റെ കളക്ഷൻസ്. അത്രയൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇന്ന് വെഡ്ഡിങ് അല്ല, അപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകണതില്ല, അപ്പോൾ എന്തെങ്കിലും കളർ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഇപ്പോൾ ആൻറ്റി സൂക്ഷിക്കേണ്ടതാട്ടോ. ഇത്രയും നെയിൽ പോളിഷ് ഞാൻ നെയിൽ പോളിഷൊക്കെ ഇടൽ കുറവാണ്, വല്ലപ്പോഴൊക്കെ ഇടും എനിക്ക് തോന്നുമ്പോൾ. ഇത് റിമൂവർ. ഇത് നമുക്ക് നെയിൽ പോളിഷിൻ്റെ ഇത് റിമൂവ് ചെയ്യാനുള്ള ഒരു കോട്ടൻ്റെ പഞ്ഞിയാന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇട്ട് തുടങ്ങാം. 2 കളറാണ് ഞാൻ സെലക്ട് ചെയ്തേക്കണത്. ഇത് നമ്മൾ റിമൂവറിൻ്റെ ഒരു കുപ്പിയാട്ടോ. നമ്മൾ ആദ്യം കോട്ടൺ പഞ്ഞി ഇല്ലേ, അതെടുത്തിട്ട് ആ ഒരു ചെപ്പുമ വെറുതെ ഒന്ന് വെച്ച് കൊടുത്ത് പ്രസ് ചെയ്താൽ മതി. പിന്നെ ആ പഞ്ഞിമയാവും. ഞാനിതിപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചതുകൊണ്ട് അത് ശരിക്കും കാണിക്കാൻ പറ്റാത്ത. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നെയിൽ പോളിഷ് നമ്മുടെ കൈമിട്ടത് റിമൂവ് ആക്കി കളയാം. അപ്പം അങ്ങനെ എൻ്റെ റിമൂവ് ആക്കി കളഞ്ഞ് അങ്ങനെ പുതിയത് ഇടാൻ പോവാണ്. ആ പുതിയ പേളിൻ്റെ കളറാണ് ഞാൻ ഇട്ടത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നെയിൽ ആർട്ടിൻ്റെ വർക്ക് ചെയ്യണ ഒരു സംഭവമില്ലേ, സിലിക്കോണിൻ്റെ, കറക്റ്റ് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ എടുത്തിട്ട് നമ്മൾ ആദ്യത്തെ നെയിൽ പോളിഷ് ഇല്ലേ അതൊക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ആ രണ്ടാമത്തെ നെയിൽ പോളിഷ് നമ്മൾ ആ ഒരു സിലിക്കോണിൻ്റെ ആ ഒരു സാധനമില്ലേ കുപ്പി, ആ ഒരു ജെല്ലുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുക, കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈമിട്ട നെയിൽ പോളിഷ് ഉണങ്ങി കഴിഞ്ഞിട്ട് അതൊന്ന് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. നമ്മൾ മിക്ക പേരും ചെയ്യുന്നത് കാണാറില്ലേ, നെയിൽമേ ഡബിൾ കളർ ഷെയ്ഡിൽ നെയിൽ പോളിഷ് ഇടണത്. കുറേ പേര് വർക്ക് ചെയ്യണതൊക്കെ അങ്ങനത്തെ ഒരു മോഡലാട്ടത്. സംഭവം ഞാൻ എടുത്തത് ലൈറ്റ് കളർ കൂടുതലും ഡാർക്ക് ഒരു ചെറിയ കളറായതുകൊണ്ട് അങ്ങനെ അധികം അങ്ങോട്ട് മാച്ച് ആയില്ല. ശരിക്കും നമ്മൾ ഡാർക്ക് കളർ കൂടുതൽ ഇടണ്ടേ, പിന്നെ ലൈറ്റ് കളർ ആ തുമ്പത്തിടുക, എന്നാലാണ് ശരിക്കും ഒന്നുകൂടിയും കാണാം. ഈ കളർ സെലക്ട് ആക്കിയത് തെറ്റി. ഇനി അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ നല്ലൊരു കളർ സെലക്ട് ചെയ്തിട്ട് ഞാൻ അത് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ വിചാരിച്ച പോലെ ഒരു ഭംഗി ഇതിന് കിട്ടിയില്ലേ. കാരണം ഒന്നാമത് എനിക്ക് നഖമില്ല, പിന്നെ വെപ്പ് നഖയില്ല, ഞാൻ വാങ്ങിയിട്ടില്ല. ആകെ കൂടി ഉള്ളത് ഇത്രയും നീളമാണ് നഖത്തിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഭംഗിയും കിട്ടിയില്ല. പിന്നെ ഞാൻ സെലക്ട് ചെയ്ത കളറും തെറ്റി. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും നല്ല കലക്കൻ അടിപൊളിയായിട്ട് കൂടി ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ പേളിൻ്റെ കളറും പിന്നെ തുമ്പത്തിട്ടത് ഒരു ഡാർക്ക് കളർ ഗ്രേപ്പിൻ്റെ കളറാട്ടോ ഇട്ടേക്കണത്. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ എൻ്റെ നെയിൽ നോക്കണം പോയി ഒന്ന്, പക്ഷെ എല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ടാട്ടോ ഞാൻ പോയി കുളിച്ച്. അപ്പം അങ്ങനെ ഞാൻ കല്യാണത്തിന് പോകാൻ റെഡിയായി. മേക്കപ്പൊക്കെ ചെയ്യണത് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അതിനുള്ള സമയം കിട്ടിയില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോവാണ്. ബാക്കിയുള്ളവർ വീട്ടിലുള്ളവരെല്ലാവരും പോയി. ഞങ്ങൾ 2 പേരാണ് ലാസ്റ്റ് കൊടുന്ന് ഇറങ്ങണേ. അങ്ങനെ നമ്മൾ നമ്മുടെ കല്യാണ ഹാളിൽ എത്തിയിട്ടോ. അപ്പോൾ ആ പെണ്ണിനെ മന്ത്രകോടി കണ്ട് ഇടിപ്പിക്കാൻ കൊണ്ടുപോയേക്കാണ്. അപ്പോൾ മന്ത്രകോടി എടുത്തിട്ട് ഇനി വരും. നമ്മളപ്പോൾ ഇവിടുത്തെ ഈ വെഡ്ഡിങ്ങിൻ്റെ നമ്മൾ റിസപ്ഷനാണ് വന്നേക്കണത്. നല്ല ഭംഗിയുണ്ടല്ലോ സ്റ്റേജ്. അങ്ങനെ ഞങ്ങൾ ഹാളിൽ വന്ന് നമുക്ക് പരിചയമുള്ളവരോടൊക്കെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഹാളിക്ക് ചെക്കനും പെണ്ണൊക്കെ വന്നിട്ടാ. ഹാളിൻ്റെ ഫ്രണ്ടിൽ വരുന്നവരെ സ്വീകരിക്കാനായിട്ട് ഇവിടെ ജ്യൂസും ചിക്കൻ നഗറ്റ്സും അതൊക്കെ വെച്ചിട്ടുണ്ടായി. അപ്പം ഞാൻ ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചു. പിന്നെ അവിടെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ജ്യൂസ് കൂടി ഉണ്ടായി. 3 തരത്തിലുള്ള ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ നഗറ്റ്സും. അതിൻ്റെ ഒപ്പം തന്നെ ഫ്രഞ്ച് ഫ്രൈയും വെച്ചിട്ടുണ്ടായിട്ട് പിന്നെ ഇതിന് ടച്ചിങ്സിനായിട്ട് അവിടെ സോസും മയണൈസൊക്കെ വെച്ചിട്ടുണ്ടായി.
അപ്പോൾ അങ്ങനെ ചെക്കനും പെണ്ണിനെയൊക്കെ ഹാളിലേക്ക് കയറ്റാട്ടോ. അപ്പോൾ നമ്മൾ പിള്ളേർ സെറ്റായിട്ട് നമ്മുടെ ഫോണിലൊക്കെ ഫോട്ടോസ് എടുക്കലും വീഡിയോസൊക്കെ എടുക്കലായിരുന്നു. അത് നമ്മൾ എവിടെ ചെന്നാലും ഉണ്ടല്ലോ, ഏത് ഫംഗ്ഷന് പോയാലും നമ്മൾ ഫോട്ടോസ് ഇടും. പിന്നെ റീല് നമുക്ക് ഡാൻസ് കളിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അങ്ങോട്ട് നോക്കണത് ഇങ്ങോട്ട് നോക്കണതൊക്കെ റീലാക്കിയിടും. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ പരിപാടി എവിടെ ചെന്നാലും. നിങ്ങളും ഇതുപോലെയൊക്കെ തന്നെയല്ലേ ചെയ്യണം. ചിലർ പോസ്റ്റ് ചെയ്യും, ചിലർ പോസ്റ്റ് ചെയ്യില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ചിലർ ഗാലറിയിൽ സൂക്ഷിച്ചു വെക്കും. ഇവിടുത്തെ ഡെക്കറേഷനും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ അങ്ങനത്തെ ഹെലൻ ഫോട്ടോ എടുത്ത് കൊടുക്കാട്ടോ. പിന്നെ എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്, പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞാൽ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കും. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പം അങ്ങനെ ഇതാട്ടോ ഡെൽവിൻ്റെ ഫാമിലി. ഇതൊക്കെയാണ് നമ്മുടെ വെഡ്ഡിങ് റിസപ്ഷൻ്റെ ഒരു വ്ളോഗ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഡാൻസും കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലിയിൽ ഉള്ളവർ തന്നെ ഡാൻസും കളിക്കുന്നു. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് വീഡിയോ പിടിക്കണം. പിന്നെ നമുക്ക് ഈ സിനിമ പാട്ട് വയ്ക്കുമ്പോൾ അറിയാമല്ലോ മിക്ക പേർക്കും കോപ്പിറൈറ്റും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ട് ഞാൻ സാധാ യൂട്യൂബിൽ മ്യൂസിക് വെച്ചിട്ട് പ്ലേ ചെയ്യും. പിന്നെ സിനിമ പാട്ട് വെച്ചിട്ട് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് അവർ കളിച്ച ഡാൻസിൻ്റെ സോങ് വെച്ച് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഷോർട്സിൽ ഞാൻ ഇത് ഈ ഡാൻസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ, നമുക്ക് കുറച്ച് ഡാൻസും പരിപാടികളൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു വെഡ്ഡിങ് റിസപ്ഷൻ്റെ വ്ളോഗ്. കുറച്ചധികം നാളുകൾ ഫിക്സേഷൻ കഴിഞ്ഞിട്ടപ്പോൾ കഴിഞ്ഞു ഇല്ലേ? അപ്പൊ പരസ്പരം ഒരു വിധത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ രണ്ടുപേരിലുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ് ആണ് ഞങ്ങൾക്കെന്ന് അറിയണ്ടേ. ആദ്യം ഡെൽവിൻ പറയും അയനയുടെ ബിഹേവിയറിലുള്ള അല്ലെങ്കിൽ അയനയ്ക്കുള്ള സ്ട്രെങ്ത്തുകളും വീക്സും. അങ്ങനെ ഒരു പണി ആദ്യം തന്നെ പ്രതീക്ഷിച്ചില്ല. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അയന ബോൾഡാണ്, എല്ലാം എന്തുണ്ടെങ്കിലും അപ്പൊ പറയും. വീക്ക്നെസ് കിട്ടിയിട്ടില്ല, ഇങ്ങോട്ട് നോക്കണം എന്നല്ലേ പറഞ്ഞ കുടുംബം തന്നെ. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിൾ ആണ് കുറേ കാര്യങ്ങൾ. ഞാനതല്ല, കുറേ കാര്യങ്ങൾ റെസ്പോൺസിബിൾ ആണ്. പിന്നെ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ കുറേയൊക്കെ സ്റ്റേജിൽ കയറി ഫോട്ടോസൊക്കെ എടുക്കൽ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ കുറച്ച് ഡാൻസും പരിപാടികളൊക്കെ ഉണ്ട്. അത് നമ്മൾ അടുത്ത പാർട്ട് 2 ആയിട്ട് ഇടാം. ഇതൊക്കെയാണ് നമ്മുടെ വെഡ്ഡിങ് റിസപ്ഷൻ്റെ വിശേഷങ്ങൾ. ഇതോടുകൂടി ഈ ഒരു വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ അതുപോലെ ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.